ലിറ്റിൽ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പൂർണിമ ശ്രീനാഥ്. ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ളതും കാണാൻ ഇഷ്ടമായിട്ടുള്ളതുമായിട്ടുള്ള കുറേയേറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെല്ലൈക്കൺ കൂടി വരും കേട്ടോ. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആവുന്ന നിങ്ങൾ ബിസി ആണെങ്കിൽ അപ്പോൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ നിങ്ങൾക്ക് കണ്ട കാര്യം മനസ്സിലായി കാണും. അതെ, ലാക്മെ എന്ന ബ്രാൻഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ഞാനൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാണ്, ഒരു സിമ്പിൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3-4 പ്രോഡക്റ്റ്സ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലാക്മെ എന്ന ബ്രാൻഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സുന്ദരിയാവാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫേസിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മൂക്കിൽ ചെറുതായിട്ട് ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഒരു കുഞ്ഞി പൊട്ട് ഐലൈനർ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞി പൊട്ട് തൊട്ടിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ലാക്മേയുടെ ആദ്യത്തെ 2 പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാണ് ലാക്മേയുടെ ഫേസ് വാഷും ലാക്മേയുടെ സ്ക്രബ്ബറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫേസ് വാഷ് വന്നിട്ട് സ്ട്രോബെറി ഫ്ലേവറാണ് കേട്ടോ. സ്ട്രോബെറി ബ്ലാസ്റ്റ് എന്നാണ്. ഇതൊരു അടിപൊളി ഫേസ് വാഷാണ്. എനിക്ക് തോന്നുന്നു കുറച്ചേറെ ഓയിലി ആയിട്ടുള്ള സ്കിന്നിന് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പക്ഷേ എന്നാൽ കുറച്ചൊക്കെ നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്താലും വലുതായിട്ട് നമ്മുടെ സ്കിന്നിന് ഡ്രൈ ഒന്നും ആക്കത്തില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി കളയില്ല ഫേസ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഞാനിത് 1 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ 2 പ്രോഡക്റ്റും ഞാൻ 1 മാസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ലാക്മേയുടെ സ്ക്രബ് എന്ന് പറയുന്നത് ഒരു ജെൽ സ്ക്രബാണ്. ഗ്രീൻ ആപ്പിളിൻ്റെയും അപ്രിക്കോട്ടിൻ്റെയും മിക്സിംഗ് ഫ്ലേവർ ആയിട്ടുള്ള ഒരു സ്ക്രബാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു അടിപൊളി സ്ക്രബാണ് കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം 1 മാസത്തോളമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്കിത് തരുന്നുണ്ട്. കൂടാതെ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ 2 പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് പോകാമെന്നുള്ളതേ ഉള്ളൂ. വേറെ സാധനങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ടതിൽ നമ്മുടെ ഫേസിലെ ഡൾനെസ്സും വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എല്ലാം ഞൊടിയിടയിൽ ഇതാന്ന് പറയുന്ന പോലെ റിമൂവ് ആവുന്നതാണ്. ഓക്കെ, അപ്പം സ്ക്രബ് ഗ്രീൻ ആപ്പിളിൻ്റെയും ആപ്രിക്കോണിൻ്റെയും മിക്സ്ഡ് ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഫേസ് വാഷ് യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഫേസ് ഒന്ന് ഒപ്പറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ലേശം കേട്ടോ, ഒരു ഇത് തന്നെ ധാരാളമാണ്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് തരാം. ഞാൻ ആ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് സ്ക്രബാണ്. അപ്പോൾ ലേശം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ട് കയ്യിലൊന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ എവിടേക്കാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളത് അവിടേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തീരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ ചെയ്യാൻ പാടില്ല. നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അധികം അങ്ങോട്ട് ഫേസ് തുടയ്ക്കരുത്. ജസ്റ്റ് ഒരു നനവ് നമ്മുടെ ഫേസിൽ വേണം. എന്നിട്ട് വേണം നമ്മൾ സ്ക്രബ് അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പോറൽ വീഴും കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ.
അപ്പോൾ ഞാൻ 2 സെക്കൻഡോളം ഞാനൊന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വാഷ് ചെയ്ത് വരാം. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫേസ് നന്നായിട്ട് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഫേസ് അങ്ങനെ ഞാൻ വിടാം. ഇപ്പോൾ നമുക്കൊന്നും അപ്ലൈ ചെയ്യണ്ട. 2 മിനിറ്റ് ഫേസിനെ ഒന്ന് വെറുതെ വിടുക. ഓക്കെ, 2 സെക്കൻഡ് അപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് ഫ്രഷ് ആയി കിട്ടിയിട്ടുണ്ട്, മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളത് ലാക്മേയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ്. ഇത് എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് ഇത് മനസ്സിലാവും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഉള്ള മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമുക്ക് അടുത്ത മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഷേക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലാക്മേയുടെ തേർഡ് പ്രോഡക്റ്റ് ലാക്മേയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോർത്ത് പ്രോഡക്റ്റ് നമുക്കാണ്. അപ്പോൾ നമ്മുടെ ഫോർത്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ലാക്മേയുടെ 925 ഫൗണ്ടേഷനാണ്. വെയ്റ്റ്ലെസ് മോസ് ഫൗണ്ടേഷനാണ് കേട്ടോ. വെയ്റ്റ്ലെസ് മോസ് ഫൗണ്ടേഷനാണ്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. ഇത് ഐവറി ഷെയ്ഡാണേ. ഓക്കെ, ഇതൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലാക്മേയുടെ ഐലൈനറാണ്. അപ്പം അത് ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞോ. എന്നിട്ട് ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഞാൻ ഐലാഷസ് ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കൈ കൊണ്ട് ലേശം എടുത്തിട്ട് വാട്ടർ ലൈൻ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം.
അപ്പോൾ നമ്മുടെ ഐലൈനർ വെച്ചിട്ട് തന്നെ ഞാൻ നമ്മുടെ ഷോവും വാട്ടർ ലൈനും എന്താ ഐലാഷസും ഒക്കെ ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആ ഒരു 5th പ്രോഡക്റ്റ് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ മേക്കപ്പ് ഫുള്ളും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ 5th പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇനി ഐബ്രോസും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ടൂൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കൂടെ നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇത് നമ്മുടെ ജസ്റ്റ് ടൂളാണ്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഐലൈനറിൻ്റെ ഇതെടുത്തിട്ട് ജസ്റ്റ് ഇതിലൊന്ന് ഒരു സൈഡിൽ മാത്രം ഒന്ന് ജസ്റ്റ് വെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഐലൈനർ വെച്ചിട്ട് നമ്മൾ ഐയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഐബ്രോസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിലായിട്ട് നമ്മുടെ ഈ 2 കാര്യം കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ 6th പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലാക്മേയുടെ ലിപ്സ്റ്റിക്കാണ്. ഇതൊരു കിഡിലും റെഡ് കളറാണ്, ലിക്വിഡ് ലിപ്സ്. ഇതൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇതൊരു സൂപ്പറായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. നോർമലി ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടമല്ല, കാരണം വെച്ചാൽ ഭയങ്കര ഡ്രൈ ആക്കും നമ്മുടെ ലിപ്പിനെ, ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് പക്ഷേ അങ്ങനെയല്ല. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ചോദിച്ചാലും അധികമൊന്നും അല്ല. പിന്നെ പിന്നീടാണ് അങ്ങനത്തെ ചെറിയ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, നല്ല ലിപ്സ്റ്റിക്കാണ്, അടിപൊളി ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡ് കൂടിയാണ്, ബ്രാൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 5th പ്രോഡക്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് പൊട്ട് തൊടാൻ ഞാൻ ജസ്റ്റ് ലാക്മേയുടെ തന്നെ വീണ്ടും ഞാൻ ഐലൈനർ എടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒരു ഡോട്ട് ഇത് വെച്ചിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഞാൻ സിന്ദൂരും കൂടെ നോർമലി ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. ഞാൻ മറ്റേ പൗഡറാണ്, മീൻസ് കുങ്കുമമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഇങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഇവിടെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ മാക്ക് ഇത്ര തന്നെയാണ്. നമ്മൾ ഫേസ് വാഷ് ചെയ്തു, ഫേസ് സ്ക്രബ് ചെയ്തു, മോയ്സ്ചറൈസ് ചെയ്തു, അത് കഴിഞ്ഞ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു, കണ്ണ് സെറ്റ് ചെയ്തു, ഐ സെറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐബ്രോസ് സെറ്റ് ചെയ്തു, ലിപ്പ്. ഓക്കെ, പൊട്ട് വരെ നമ്മൾ ലാക്മേയുടെ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഹലോ. അപ്പോൾ ഞാൻ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനൊരു ഇയറിംഗ് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ, സിൽവറാണ്, അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് പെട്ടെന്നൊരു നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം, റെഡി ആവണമെങ്കിൽ നമുക്ക് ഈ ലുക്ക് തന്നെ ധാരാളമാണ്. ലിപ്സ്റ്റിക്ക് കുറച്ച് ലൈറ്റർ ഷെയ്ഡായിട്ട് കൊടുത്താൽ പെർഫെക്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ലാക്മേയുടെ ഇത്രയും പ്രോഡക്റ്റ് വെച്ച് ഞാൻ ഇന്ന് ചെയ്ത ഈ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിപ്പോൾ പോവുകയാണ്. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.